പ്രിയപ്പെട്ടവരെ, ഇത് റേഡിയോ നെയ്തൽ. നമ്മൾക്ക് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ പോലീസുകാരുടെ ഇടയിലെ ഒരു കലാകാരൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമി TV ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരുടെ ഇടയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ആദ്യം പരിചയപ്പെടുത്തിയത് ആലപ്പുഴയിൽ നിന്നുള്ള മിസ്റ്റർ CJ സെബാസ്റ്റ്യനെയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള മുഖമാണ്. ഉടനെ തന്നെ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹവുമായിട്ട് ഈ കലാജീവിതത്തെ കുറിച്ച് ചോദിച്ചറിയാം. മിസ്റ്റർ സെബാസ്റ്റ്യൻ, എത്ര കാലമായി, ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ കൺട്രോൾ റൂം വർക്ക് ചെയ്യുന്നു. ഓക്കെ. പോലീസിൽ ചേർന്നിട്ട് എത്ര കാലമായി? പോലീസിൽ ചേർന്നിട്ട് 25 കൊല്ലം കഴിഞ്ഞു. 1998 25 കൊല്ലമായിട്ട് പോലീസിലാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. എവിടെയായിരുന്നു ആദ്യമൊക്കെ? ആദ്യം മലപ്പുറത്തായിരുന്നു. എത്ര കാലമായി ഇപ്പൊ ആലപ്പുഴ വന്നിട്ട്? ആലപ്പുഴ വന്നിട്ട് ഇപ്പൊ 14 വർഷമായി. ഓക്കെ. സാറിന്റെ വീട് കളപ്പുര മനോരമയുടെ പുറയില്. മനോരമയുടെ പുറയില്. ഓക്കെ. എനിക്ക് സാറിന്റെ സഹോദരൻ മിസ്റ്റർ ജോൺസണെ കൂടി അറിയാം. ജോൺസണും പോലീസിൽ തന്നെയല്ലേ? അതെ. അദ്ദേഹത്തിന്റെ സഹോദരൻ അല്ല, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ജോൺസന്റെ മൂത്താണ് റോയ്. പുള്ളി പോലീസിലായിരുന്നു. അപ്പൊ നിങ്ങള് മൊത്തത്തിൽ കുടുംബസമേതം ഒരു സംഗീത ഫാമിലിയാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട ഫാദറും സംഗീതവുമായിട്ട് ക്ലാരനെറ്റ് വായിക്കുന്ന ആളാണ്. ഓ, അത് ശരി. ഫാദറിന്റെ നിന്നാണ് ഇത് മുഴുവനും കിട്ടിയിട്ടുള്ളത് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഏതൊരു ഫീൽഡാണ് സാർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കില്? ബേസിക്കലി ഞാൻ സാക്സഫോണാണ് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്. ഓക്കെ. കുറച്ച് ഇപ്പൊ ഫ്ലൂട്ടും ഒക്കെ ഇച്ചിരിയൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ക്ലിയർ ആകാത്തതുകൊണ്ട് പിന്നെ ഒരുപാടായിട്ടൊന്നും വായിക്കാറില്ല. ആയി വരുന്നതേ ഉണ്ട്. ഏതായാലും നമുക്ക് സാക്സഫോണിനെ ഒന്ന് കേട്ടിട്ട് മുന്നോട്ട് പോകാം. അതെ. ഒന്ന് പ്ലേ ചെയ്താൽ. അവിടെ ശരിക്കും സാറിന്റെ പോലീസ് മേഖലയില് ഏത് തരം പാട്ടാണ് പാടുന്നത്? പള്ളിപ്പാട്ടൊക്കെ പാടുമോ അവിടെ? പോലീസിന്റെ മേഖലയിൽ ഞാൻ അങ്ങനെ അധികം പാടാറില്ല. പിന്നെ മ്യൂസിക് ട്രൂപ്പിലൊക്കെ പോകുന്നതല്ലേ? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടല്ലോ അല്ലെ? അതിൽ വായിക്കും, സാക്സഫോൺ വായിക്കും. ക്ലബ് ഉണ്ട്, ഒരു മ്യൂസിക് ക്ലബ് ഉണ്ട്. അത് ശരി. എല്ലാത്തരം പാട്ടും വായിക്കാമല്ലോ അത്യാവശ്യം. വെരി ഗുഡ്. സാറിന്റെ സുഹൃത്തിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. മിസ്റ്റർ ജിജി, നിങ്ങളൊരു ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് ശരി. സാറിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. മ്യൂസിക്കാണ് ജീവിതം. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. മകനൊരാള് ഈ മേഖലയിൽ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ദുബായിലാണ്. ഇപ്പൊ ദുബായിലാണ്. അതെ. അതുപോലെ പിന്നെ മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ഒരു
എന്താണ് അദ്ദേഹം പഠിച്ചതൊക്കെ ഒരു ജോയി സാക്സിന്റെ നേതൃത്വത്തിലാണെന്നൊക്കെ പറയുന്ന ഞാൻ ടി വിയിൽ കേൾക്കേണ്ടായി. എനിക്ക് ജോയി സാക്സിനെ അറിയാം. അപ്പൊ നിങ്ങളെല്ലാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അല്ലേ? ഈ ചേട്ടനും ജോയി ചേട്ടനും എല്ലാം കൂടെ ഒരുമിച്ച് ദാസേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്, അത് ശരിയാണ്. മാത്രമല്ല എനിക്ക് മനസ്സിലായിടത്തോളം ആലപ്പുഴയില് ജോയി സാക്സിന്റെ കീഴിൽ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ടായിരുന്നു, വേറെയും ഉണ്ട്, പോകുന്നുണ്ട്. നിങ്ങൾ മ്യൂസിക്കിന്റെ പ്രോഗ്രാമുകളൊക്കെ നടത്താനായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, സാറിന് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട്. അത് ശരിയാണ്. ഓക്കെ, ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫാദർ ശരിക്കും മിസ്റ്റർ സെബാസ്റ്റിന്റെ ഫാദർ ഇതുപോലെ എന്തോ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? അതെ, നമ്മുടെ പള്ളിയില് കുട്ടികൾ ആദ്യം കുറച്ച് നാള് ഒരു 10-15 വർഷം ബാൻഡ് പഠിപ്പിക്കുമായിരുന്നു. അതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഫാദർ ബാൻഡ് പഠിപ്പിക്കുമായിരുന്നു. മക്കൾ എല്ലാവരും തന്നെ മ്യൂസിക് രംഗത്തുണ്ട്. പോലീസിന്റെ ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? കിട്ടുന്ന സമയം അത് നല്ലോണം മാക്സിമം ഉപയോഗിക്കും. അത് ശരിയാണ്. ഈ നമ്മുടെ പോലീസ് ജോലിയും മ്യൂസിക് വളരെ വളരെ സംഗീതാത്മകവും വളരെ ലളിതവും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസിന്റെ ഒരു ഇത്തിരി കഠിനമായ ജോലിയല്ലേ? ഇത് രണ്ടും കൂടി ചേർന്ന് പോകാൻ വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ലല്ല, എനിക്കത് അറിയാം കൃത്യമായിട്ട്. പോലീസിന് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ പോലീസ് ചിലപ്പോൾ കുറച്ച് കഠിനമായ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ തോന്നുമെങ്കിലും വളരെ ഒരുപാട് കലാകാരന്മാർ ഈ മേഖലയിലുണ്ട്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി പോലീസ് സമൂഹത്തിൽ നിന്ന് തന്നെ പല കലാകാരന്മാർ ഇവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു, ഈ സ്റ്റുഡിയോയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഈ കലാകാരന്മാരെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അവർ പലരും പല രീതിയിൽ ഇങ്ങനെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നില്ലെന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല ഇപ്പോഴല്ലേ? ഇപ്പൊ കുറച്ചുകൂടി പ്രോത്സാഹനം ഉണ്ട്. സമയം കിട്ടാത്ത കാര്യങ്ങളാണ്. ഈ എന്ത് തോന്നുന്നു, ഒരു പക്ഷേ ഈ ഭാവിയിൽ ഈ മേഖലയിൽ കുറച്ചുകൂടി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. സർവീസിൽ നിന്ന് വിരമിച്ചാൽ ഉടനെ ഈ മേഖലയിലേക്ക് ചാടുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കുട്ടികളെ കുറച്ചുപേരെയൊക്കെ സംഘടിപ്പിച്ച് അവരെയൊക്കെ പഠിപ്പിച്ച് ഈ മേഖലയിൽ കൊണ്ടുവരാൻ പാടില്ലേ? അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നടക്കില്ല. തൊഴിലിന്റെ കാര്യം അല്ലല്ല, ഇപ്പോഴത്തെ അല്ലേ ഞാൻ ചോദിക്കുന്നത്, ഭാവിയില് അതൊരു നല്ലൊരു മേഖലയായിരിക്കും. കാരണം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പ്രത്യേകിച്ചും സാക്സഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ ഇപ്പൊ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേറൊരു കാര്യമുണ്ട് ഫാദർ, ഈ ഇൻസ്ട്രുമെന്റിലേക്ക് ആരും അങ്ങനെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഇച്ചിരി പാടാണ് പഠിച്ചെടുക്കുക എന്നുള്ളത്. അതുപോലെ ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കണം, നമുക്ക് മറ്റ് ഇൻസ്ട്രുമെന്റ് കണക്കല്ല. ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് കൊടുത്ത് എനിക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയില്ലായിരിക്കും പലപ്പോഴും. പ്രത്യേകിച്ചും ഇത്തിരി സാമ്പത്തികമൊക്കെ വേണം തോന്നുന്നു. ഒരു മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10, 25, 26 രൂപ വേണ്ടി വരും. ഈ ശരിക്കും ഇപ്പൊ സാക്സഫോൺ ഇല്ലാതെ നമുക്കൊരു മ്യൂസിക് ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നടക്കുമല്ലോ? തീർച്ചയായും. സാക്സഫോൺ എന്ന് പറയുന്നത് അത് ഹിന്ദി ഗാനങ്ങളിൽ അല്ലെ? അതെ. ഹിന്ദി ഗാനങ്ങളിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. ബാക്കി മേഖലയിലൊക്കെ പറ്റും. മാത്രമല്ല ഇപ്പൊ ഈ കീബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധ്യത കൂടി വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രത്യേക സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ ആള് കുറവായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കീബോർഡ് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധ്യത വന്നതോടുകൂടി കുറച്ച് സ്പെഷ്യലൈസ്ഡ് മേഖല കുറഞ്ഞിട്ടുണ്ട്. ലൈവ് ഷോ നടത്തുമ്പോ ഇതൊക്കെ വേണ്ടി വരും. പെർഫെക്ഷൻ അതാ തന്നെയാണ്. അങ്ങനെയുണ്ട്.
പക്ഷെ എന്നാലും ഈ സാധാരണ ഈ മേഖലയിലേക്ക് വരുന്നവർ ഇങ്ങനെ ഒരു തപസ് പോലെ ഇതിന്റെ കൂടെ നടക്കണം. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ പോലീസിന്റെ ജോലിയും അതുപോലെ തന്നെയാണ്. അതും ഒരു തപസ് ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു എന്നെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്ന അനുഭവം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അറിയില്ല, ഇത് അറിയില്ല അല്ലേ? ഇത് നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്നതാണ്. അല്ല, പോലീസിന് തന്നെ എന്തെങ്കിലും പ്രോഗ്രാം, നിങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ പോലീസിന്റെ തന്നെ? സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ അവസരങ്ങളില്ല. അങ്ങനെ അവസരങ്ങളില്ല. അതുകൊണ്ട് പിന്നെ നമ്മള് പോലീസിന്റെ തന്നെ അത് സ്റ്റുഡന്റ് പോലീസിന് ചെയ്തിട്ടുണ്ട്. അത് ശരിയാ, അതിൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. പ്രാവശ്യം ചിത്ര ചേച്ചിയെ വിളിച്ചുകൊണ്ട് ചിത്ര ചേച്ചി ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോ ബന്ധപ്പെട്ട് പോയി ചെയ്തിട്ടുണ്ട്. പരിപാടി അതിൽ പോയി. പുന്നപ്രയിൽ ഒരു വലിയ പ്രോഗ്രാം നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവരുടെ സമ്മേളനത്തിൽ പോയിട്ടുണ്ടായിരുന്നു, SPCയുടെ. അത് വലിയൊരു സംഭവമായിരുന്നു. അത് നല്ലതായിരുന്നു, അത് ഓർക്കുന്നുണ്ട്. ചിത്ര ചേച്ചി അതിന് വന്നിരുന്നോ? അത് ലജ്ജനത്തിൽ വെച്ച് നടത്തിയ. അത് ലജ്ജനത്തിൽ വെച്ച് നടത്തി. ഓക്കെ, അവിടെ വെച്ചാണ് ചിത്ര ചേച്ചി സാന്ത്വനത്തിൽ വന്ന വഴി. അതെ അതെ അതെ. ഇതിന് വന്ന അപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ജോയി ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇവരുടെ SPCയുടെ പ്രോഗ്രാം നടക്കുന്നില്ല, അപ്പൊ ചിത്ര ചേച്ചിനെ ഒന്ന് അവിടെ കൊണ്ടുവരാൻ അങ്ങനെ ജോയി ചേട്ടൻ ചിത്ര ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടപ്പോ ചിത്ര ചേച്ചി ഓക്കെ വാങ്ങി. ചിത്ര ചേച്ചി അവിടെ വന്ന് കുറെ നേരം ഇരുന്നു. പെട്ടെന്ന് പോകാന്നും പറഞ്ഞിരുന്ന ആള് ഒരു 3/4 മണിക്കൂർ ഇരുന്ന് ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട്. ഓക്കെ, എനിക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്, വളരെ പേഴ്സണലായിട്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും കൊമ്മാടി ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ആ നിലയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മൊത്തം മ്യൂസിക്കിൽ തന്നെ ഉള്ളവരാണ്. നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നെ ഉള്ള ഒരുപാട് യുവജനങ്ങളുണ്ട്. അവരെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് പുതിയ ഇതേപോലുള്ള മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്തെങ്കിലും സംഘാതമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചെയ്താൽ വിജയിക്കുമോ? തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. താല്പര്യത്തോടു കൂടി വരണം. താല്പര്യത്തോടെ അല്ല, താല്പര്യം ഇല്ലെങ്കിൽ പറ്റില്ല. പിള്ളേരിപ്പോ വേറെ മേഖലയിലൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അവര് വേറെ നമ്മുടെ തലമുറയ്ക്ക് ഒരു കാര്യം പകർന്നു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം പോലും പഠിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര പേര് എന്റെ അറിവിൽ നേവിയിൽ, എയർഫോഴ്സ്, മിലിറ്ററിയിലൊക്കെ അവർക്ക് മ്യൂസീഷ്യന്മാരായിട്ട് ജോലി കിട്ടും. തീർച്ചയായിട്ടും ജോലി കിട്ടും. ഒരുപാട് നമ്മൾ തിരക്ക് നോക്കി അറിയാം. എന്റെ പരിസരത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. അത് ഇൻട്രസ്റ്റോടു കൂടി അത് രീതിയിൽ പഠിച്ചു വരണം. ഇതേപോലത്തെ ഈ വിൻഡ് ഇൻസ്ട്രുമെന്റുകൾക്കൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡാണ്. ഈ കോഴ്സിലൊക്കെ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ അങ്ങനെ ഒരു അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. അത് പക്ഷെ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. കുട്ടികളത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ലെന്നുള്ളത്. അത് ശരിയാണ്, അത് ശരിയാണ്. നമുക്ക് മറ്റൊരു പിന്നെ മ്യൂസിക് വേറെ ഒന്നും കൂടി കേട്ടാലോ? വേറെ ഒരു പാട്ടുകൂടി. തീർച്ചയായും. ഓക്കെ എന്നാ. പഠിച്ചെടുത്തത് പഠിച്ചപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ ഇത് പഠിക്കാൻ?
ഇത് പഠിക്കണമെന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹമായിരുന്നു. അതെ, എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹമായിരുന്നു. എനിക്ക് ജോയി ചേട്ടന്റെ ഒരു കാസറ്റ് പണ്ട് HMPക്ക് വേണ്ടി ചെയ്തൊരു കാസറ്റ് ഉണ്ട്, 13 പാട്ടടങ്ങുന്ന ഒരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് ഇട്ട് ഞാൻ കേട്ടപ്പോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് അപ്പൊ നമുക്ക് കുടുംബപരമായിട്ട് ഇതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇത് കേട്ടു എനിക്ക് അതുമായിട്ട് ഭയങ്കര താല്പര്യം തോന്നി. പിന്നെ ആ താല്പര്യം നമ്മൾ വീട്ടിൽ പറഞ്ഞ് എന്തായാലും തന്നെ പോയി ശിഷ്യത്വം സ്വീകരിച്ച് ചോദിച്ചിട്ടും തന്നെ പഠിപ്പിച്ചു തന്നു. ഇത് വായിക്കുന്നത് ശ്രദ്ധിക്കുമ്പോഴേ അത്ര എളുപ്പമല്ലാന്ന് തോന്നണം. ഈ ജോയിയുടെ ശിഷ്യന്മാരില് ഞാൻ വർക്ക് ചെയ്യുന്ന ജോയിയുടെ ശിഷ്യന്മാർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫീൽഡിൽ വന്നവരാണ്. ആണല്ലേ? അത് ശരി. ഒത്തിരി ജോയിയുടെ ആ ജോലി ആ ഊതുന്ന ടോൺ വരെ വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ? അയ്യോ, പോയിട്ടില്ല. അല്ല, പിന്നെ യേശുദാസിന്റെ ടീമിൽ എന്തെങ്കിലും പോകാൻ അവസരമൊക്കെ കിട്ടിയായിരുന്നു? ഇത് നിങ്ങൾ മാത്രമാണ്, നിങ്ങളൊക്കെയാണ് പോയത്. നിങ്ങള് ആ മേഖലയിൽ അധികം പോയിട്ടില്ല. ഓക്കെ. പക്ഷെ ഇനിയും റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒത്തിരി സമയം കിട്ടും. അപ്പോഴത്തേനും കുറെ കൂടി അവസരങ്ങളും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പ്ലാനൊക്കെ ചെയ്തിട്ട് ഒരു പുതിയ ടീമൊക്കെ ഉണ്ടാക്കണം, യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇവരെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈ പോപ്പുലർ ഗാനങ്ങൾ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി സ്വീകാര്യത വരും. ഇപ്പൊ നമ്മള് പള്ളിപ്പാട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിന് കുറച്ചുകൂടി സാധാരണ ആൾക്കാർ പാടുന്ന പാട്ടുകളൊക്കെ വായിക്കാൻ, എല്ലാ പാട്ടും പാടാൻ പറ്റുമല്ലോ ഇതിനകത്ത് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട്? ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് എല്ലാ പാട്ടും അങ്ങനെ വഴങ്ങല്ലേ? അത് മെലഡി ആയിട്ടുള്ള അതും വന്ന് പാടി നോക്ക്. ഓക്കെ എന്നാ. ഇത് മതി, ഇത്രയും. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പോപ്പുലർ പാട്ടും പാടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് കൂടുതലും ഹിന്ദി പാട്ടാണ്, ഹിന്ദിക്കാണ് ഇത് വളരുന്നത്. വായിക്കുന്നത് ഹിന്ദി പാട്ട് ആണല്ലേ? പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എന്റെ ഒരു ഇതിന്റെ ഫീൽഡിൽ എന്റെ ഒരു വിജയത്തിന്റെ മെയിൻ കാര്യം കാരണം ഞാനാണ് ഈ ഇരിക്കുന്നത്. ജി ചേട്ടനുണ്ടെങ്കിൽ പരിപാടിയിൽ നമ്മൾ വായിക്കാത്തവരും വായിക്കും. ആണല്ലേ? നമ്മളെ ഈ കൈവെള്ളയിൽ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് കൊണ്ടുപോകുന്ന പോലെ. പിന്നെ ഞാൻ ഈ മാക്സിമം ട്രാക്ക് ഇട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ വായിച്ചിട്ടില്ല. വായിക്കത്തില്ലെന്നല്ല, ഇതുവരെ വായിച്ചിട്ടില്ല. കാര്യം ഇവര് വേണം. ഈ ചേട്ടനും നമ്മുടെ ഒരു ടീമുണ്ട് വായിക്കുന്നത്. പിന്നെ എന്റെ ചേട്ടനുണ്ടാകും. ഞങ്ങള് കുറച്ച് ഗിറ്റാർ വായിക്കുന്നു. മധു ഹരീഷൻ, പിന്നെ ജോൺസൺ, ഇപ്പൊ പോയ ജോൺസൺ. അങ്ങനെ ഒരു ടീമാണ് ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി നല്ല രസമാണ്, ആസ്വദിക്കുകയും ചെയ്യും. ചേട്ടൻ നമ്മുടെ ഏറ്റവും ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിലേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. എന്തെന്തായാലും പറഞ്ഞു. അല്ല, അത് ശരിയാണ്.
ഞാൻ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചപ്പോ തന്നെ പറഞ്ഞു ജിജി ചേട്ടനെ കൂടി ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരുള്ളൂ. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, നല്ല കാര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു നല്ല ടീമൊക്കെ ഉള്ളപ്പോ നമുക്കൊരു ഇതേപോലെ ഒരു ട്രൂപ്പൊക്കെ ഉണ്ടാവുകയും പുതിയ തലമുറയ്ക്ക് ഒരു പരിശീലനം കൊടുക്കുകയും വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഇതെല്ലാം പഠിച്ചെടുത്തതിന്റെയൊക്കെ പശ്ചാത്തലത്തിലെ നമ്മുടെ പുതിയ തലമുറയ്ക്കും നമ്മുടെ ശ്രോതാക്കളോടും എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്, ഈ മ്യൂസിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്? മ്യൂസിക് മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമുക്ക് ജീവിതത്തിൽ വയലേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവില്ല, നമുക്ക് പറഞ്ഞു കിട്ടും. ഈ ഫീൽഡിലേക്ക് പോകുന്നവര് തീർച്ചയായിട്ടും വയലേഷനും മറ്റ് ഇതൊരു ലഹരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെ അതെ പിന്നെ അവന്റെ ലഹരി എന്ന് പറയുന്നത് ഇതായിരിക്കും മ്യൂസിക് മറ്റ് ലഹരിയിലേക്ക് പോകും. മാറിപ്പോകും, ആവശ്യമില്ലാത്ത എന്തിലും പോകും. ഇതിൽ കേന്ദ്രീകരിച്ചിട്ടില്ല. അത് ശരിയാണ്, അത് ശരിയാണ്, തീർച്ചയായിട്ടും. അല്ല, അത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മ്യൂസിക്കിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയാലേ അത് വളരെ നല്ല കാര്യമായിരിക്കും. ഉറപ്പാണത്. ഞാനത് വേറൊരു മേഖലയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ സ്പോർട്സിൽ കൊണ്ടുവന്നാലും രക്ഷപ്പെടുകയും, കാരണം ചെറുതിലെ പിടിച്ചിട്ട് സ്പോർട്സിൽ അവരെ അങ്ങോട്ട് ലഹരി കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ഓടിയും ചാടിയും പഠിച്ചും അതിന്റെ പിന്നാലെ, അപ്പൊ ഇവരുടെ വഴിയൊന്നും തരത്തൊന്നുമില്ല. അങ്ങനെ ഇതൊന്നിലും ഒരു താല്പര്യം. ഞാൻ ഇന്ന് തന്നെ ഞാൻ പള്ളിയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേക ഇപ്പൊ അവധിക്കാലമല്ലേ, പരിശീലനം കൊടുക്കണം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ കുട്ടികൾ വഴിയൊക്കെ തെറ്റിപ്പോകുന്നത്. ഇന്നത്തെ കാലത്ത് പക്ഷെ ഒരുപാട് മേഖലകൾ പണ്ടത്തെക്കാളൊക്കെ ഒത്തിരി പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്ന ഒരു കാലമാണ്. അങ്ങനെയുണ്ട് ഇപ്പോഴേ. പണ്ട് ഇതേപോലെ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ എവിടെ പോയാൽ പഠിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി സാധ്യതകളൊക്കെ ഉണ്ട്. ഞാൻ കുറെ കാലം എറണാകുളത്തായിരുന്നു. എറണാകുളത്തൊക്കെ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. CSEയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആലപ്പുഴയിൽ അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആലപ്പുഴ ഒട്ടും മോശമല്ല മ്യൂസിക്കിന്റെ കാര്യത്തില്. ഒരുപാട് കലാകാരന്മാരുള്ളതാണ്, ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജോസിയുണ്ട്. ഈ റേഡിയോ നെയ്തലിന്റെ ബിറ്റ്സും മറ്റു മ്യൂസിക്കിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഞങ്ങൾക്ക് ചെയ്തു തന്നത് ജോസിയാണ്. ആലപ്പി ജോസി. ഒരുപാട് ജിങ്കിൾസ് ഒക്കെ ഇട്ട് തന്നേക്കണത് മുഴുവനും തന്നെ ജോസിയാണ്. ജോസി ഇടയ്ക്ക് വരും, ഞങ്ങൾക്ക് പുതിയ ജിങ്കിൾസ് ഒക്കെ തരാനായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയില് ഇങ്ങനെ വന്ന് ഈ ഇന്റർവ്യൂ വന്ന് സംസാരിച്ചതിനൊക്കെ വളരെ ഉപകാരം. ഒരു 2-3 പാട്ടുകൾ കൂടി പാടിയിട്ട് വേണം നമുക്കൊന്ന് പിരിയാൻ. അപ്പോ ഏതാണോ പാടാൻ പറ്റുന്ന 2-3 പാട്ടുകൾ, പാട്ടിൻ്റെതായ രീതിയിൽ 2-3 പാട്ടുകൾ പാടിയിട്ട് നമുക്കിത് പൂർണ്ണമാക്കാം. അതെ അതെ, പാടിയിട്ട് പൂർണ്ണമാക്കാം. അപ്പോൾ ഇവിടെ വന്നതിന് രണ്ടുപേർക്കും, മിസ്റ്റർ സെബാസ്റ്റ്യൻ, ജിജി ചേട്ടനും പ്രത്യേകം എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. റേഡിയോ നെയ്തലിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും. താങ്ക് യു.